കൊടകരയിൽ നിന്ന് കുഴൽപ്പണം കൊണ്ടുവന്നത് തട്ടിപ്പറിച്ചു കൊണ്ടുപോയ ബിരുദന്മാരുണ്ട്. അത് കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്താണ്. അപ്പോൾ അത് ഇലക്ഷൻ പ്രവർത്തനത്തിന് വേണ്ടി കൊണ്ടുവന്നതാണെന്നും അത് ഈ കുഴൽപ്പണം ബാംഗ്ലൂരിൽ നിന്ന് BJP ഇവിടെ ഇറക്കാനായിട്ട് കൊണ്ടുവന്ന പണമാണെന്നും വളരെ വലിയ വ്യാഖ്യാനങ്ങളുണ്ടായി. അപ്പോൾ ഈ പണം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേരെ അത് സംശയിക്കുകയൊക്കെ ചെയ്തു. അതിനകത്ത് ഒരുപാട് പേരുടെ ഇൻവോൾവ്മെൻ്റൊക്കെ സംശയിച്ചു. ആദ്യമൊക്കെ പ്രതിസ്ഥാനത്ത് ഉണ്ടാകും എന്ന് കരുതപ്പെട്ടിരുന്ന സുരേന്ദ്രനൊക്കെ, അതായത് അന്നത്തെ BJPയുടെ പ്രസിഡൻറ്റും അതുപോലെ പ്രസിഡൻ്റെ മോനും ഒക്കെ പിന്നെ അവസാനം സാക്ഷി സ്ഥാനത്തേക്ക് മാറുന്നതുമൊക്കെ നമ്മൾ കണ്ടു. അങ്ങനായി. അവരുടെ ഇൻവോൾവ്മെൻറ്റിനല്ലാതെ വേറെ തെളിവില്ല, അവർ സാക്ഷികളാണ്. ഏതായാലും ഇത് എത്ര രൂപയാണെന്നുള്ളതിനെക്കുറിച്ച് ആദ്യം വളരെ ദുരൂഹമായിട്ട് കുറേ നാളത് കണ്ടു നടന്നു. 3.5 കോടി രൂപ പിടിച്ചു പറിച്ചുകൊണ്ട് പോയതാണ് അത്. അപ്പം 6 കോടി രൂപ കൊണ്ടുവന്നതെന്ന് 3.5 പോയിട്ടുള്ളതെന്ന് തോന്നുന്നു. ഏതായാലും അപ്പോൾ എല്ലാം കൂടെ നോക്കുമ്പോൾ ഏതാണ്ട് 41 കോടി രൂപ എങ്ങാണ്ട് BJP ഇതിനു വേണ്ടി ഇറക്കുമതി ചെയ്തു. അതിൻ്റെ ഏതാണ്ട് തെളിവൊക്കെ പോലീസ് കളക്ട് ചെയ്തു, കേരള പോലീസ്. അപ്പോൾ കേരള പോലീസിന് അത് ഇടപെടാൻ വേറൊരു താല്പര്യം കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഏതായാലും അതിൽ അവർ നല്ലൊരു അന്വേഷണമൊക്കെ നടത്തി. ഏതായാലും ഇങ്ങനെ ഇത്രയും രൂപ കൊണ്ടുവന്നു. അത് ധർമ്മരാജൻ എന്ന് പറയുന്ന ഒരാളാണ് കൊടുത്തയച്ചത്, ബാംഗ്ലൂരിൽ നിന്ന് BJPക്ക് വേണ്ടി കൊടുത്തതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവസാനം ഇത് പോലീസ് നോക്കിയപ്പോൾ എന്താണെന്നറിയോ, ഒരു പരാതി കൊടുത്തേക്കുന്നത് എത്ര പോലീസിൽ പരാതി കൊടുത്തേക്കുന്നത്, ഞങ്ങളുടെ 25 ലക്ഷം രൂപ കൊണ്ടുവന്നു, അത് ഇതുപോലെ പിടിച്ചു പറിച്ചുകൊണ്ട് പോയി. റോബറി 25 lakhsൻ്റെ 25 ലക്ഷം രൂപയുടെ കേസാണ് ആദ്യം ഉണ്ടായത്. പക്ഷെ പോലീസ് റിക്കവറി നടത്തിയപ്പോൾ 3.5 കോടി രൂപ കിട്ടി. അപ്പോൾ ഈ 3.5 കോടി രൂപ തിരിച്ചു വാങ്ങിക്കണമെങ്കിൽ 25 ലക്ഷം രൂപയുടെ പരാതി കൊണ്ടുപോയാൽ നടക്കത്തില്ലല്ലോ. ഉടനെ പ്ലേറ്റൊക്കെ മാറ്റി. 3.5 കോടി രൂപ ആയും ഞാൻ കൊടുത്തയച്ചത് തന്നെയാണ്. അത് ഈ ആലപ്പുഴയിലുള്ള ഒരു കൊട്ടാരം വാങ്ങിക്കാനാണെന്ന് പറഞ്ഞു. കൊട്ടാരം എന്ന് പറയുന്നത് അത് നമ്മുടെ തുഷാർ വെള്ളാപ്പള്ളിയുടെ സാധനമാണ്. അപ്പോൾ ഈ കൊട്ടാരം വാങ്ങിക്കാനായിട്ട് പണം കൊടുക്കാനായിട്ട് കൊണ്ടുവന്നു. ഇത്രയും കണക്കിൽപ്പെടാതെ ഈ പണം അതിനെങ്ങനെ കൊണ്ടുവരും എന്നുള്ള രീതിയിൽ വേണ്ട കേസെടുക്കാൻ. പിന്നെ കാരണം ആ രീതിയിൽ കേസ് പ്രൊസീഡ് ചെയ്യണം. അതൊന്നും പ്രൊസീഡ് ചെയ്തില്ല. ഇത് കുഴൽപ്പണമാണെന്നുള്ള രീതിയിൽ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയോ, ED ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ PMLA ആക്ട് അനുസരിച്ച് പ്രൊസീഡ് ചെയ്യാനുള്ള പവറുള്ളതെന്ന് പറഞ്ഞാൽ EDക്കാണ്, വേറെ ആർക്കുമില്ല. അപ്പോൾ അതങ്ങോട്ട് നോക്കിയിരുന്നു. അവർ വന്ന് ഇതങ്ങ് ഏറ്റെടുത്തിട്ട് അവർ അന്വേഷണം അങ്ങോട്ട് നടത്തി. വലിയ ഭയങ്കര അന്വേഷണമാണ് അവർ നടത്തിയത് കേട്ടോ. അപ്പോൾ അതിനിടെ ഈ പണത്തിൻ്റെ ഒരു ക്ലെയിം ഈ ധർമ്മരാജൻ കൊടുത്തു. എന്താണെന്നറിയോ, കൊടുത്തത് ഇതുപോലെ ഈ കൊട്ടാരം വാങ്ങിക്കാനായിട്ട് കൊടുത്തയച്ച പൈസയാണ്, കാശാണ്. അപ്പോൾ എന്നാൽ അത് എങ്ങനെ, ഏത് കണക്കിലൂടെ, എന്തുകൊണ്ട് ബാങ്ക് ത്രൂ അല്ലാതെ ഇത് കൊടുത്തയച്ചു എന്നുള്ളത് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ 25 ലക്ഷം അല്ല 25 ലക്ഷം എന്നൊരു മൊഴിയെ ഇയാൾ കൊടുത്തിട്ടില്ല എന്ന് ഇപ്പോൾ ഇയാൾ പറയാൻ തുടങ്ങി. കാര്യം പോലീസ് CRPC 162 വകുപ്പ് അനുസരിച്ച് റെക്കോർഡ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റാണ്. 161 വകുപ്പ് അനുസരിച്ച് റെക്കോർഡ് ചെയ്തേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. അത് ഡിസോൺ ചെയ്യാൻ വളരെ എളുപ്പമാണ്. പോലീസ് എഴുതി വെച്ചാൽ ഞാനൊന്നും പറഞ്ഞു കൊടുത്തില്ല, ഞാൻ 3.5 കോടി രൂപ എന്നാണ് പറഞ്ഞതെന്നുള്ളതാണ് ഇപ്പം വന്നേക്കുന്നത്. എന്നിട്ട് ഈ 3.5 കോടി രൂപ എങ്ങനെയൊക്കെ ഇയാളെ സംഘടിപ്പിച്ചു എന്നുള്ളതിന് ഏതാണ്ട് കണക്കോ ഏതാണ്ടൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അത് മുഴുവൻ കള്ളത്തരമാണ് എന്നുള്ളത് ഏതാണ്ട് തെളിഞ്ഞിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്, വെളിയിൽ വന്നു. അപ്പോൾ ഇതിനിടയിൽ ഈ കൊട്ടാരം വായിക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പം തുഷാർ വെള്ളാപ്പള്ളി ഇപ്പോൾ രംഗത്ത് വന്നിട്ട് പറഞ്ഞു, ഇത് വിൽക്കാമെന്ന് ആരുടെയും പറഞ്ഞിട്ടുമില്ല, ഇതിൻ്റെ കച്ചവടത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുമില്ല, ഇതിനെ സംബന്ധിച്ച് ഒരു എഗ്രിമെൻറ്റും ഇല്ല, ഇതിൻ്റെ പണവും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ പിന്നെ ഇതങ്ങോട്ട് പോയി. അപ്പോൾ ഇവർ മണി ലോണ്ടറിങ് എന്ന് പറയുന്നത് PMLA ആക്ട് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ വെറുതെ പണം പിടിച്ചുപറിച്ചുകൊണ്ട് പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് കുഴൽപ്പണമാണ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ED ഇതങ്ങോട്ട് കൺക്ലൂഡ് ചെയ്തിട്ട് അവർ കുറ്റപത്രം കൊടുത്തു. അപ്പോൾ അതിനകത്ത് ഏറ്റവും വലിയ തമാശ എന്താ പറയുക, ഈ പണത്തിൻ്റെ സോഴ്സ് എവിടെ നിന്ന് വന്നെന്ന് ED കണ്ടുപിടിച്ചിട്ടില്ല, മിണ്ടിയിട്ടുമില്ല. BJPക്കാരെ കംപ്ലീറ്റ് അങ്ങ് വെള്ളപൂശി. അത് നമുക്കറിയാമല്ലോ.
വെറും അതായത് ഈ BJPയുടെ വളർത്തുനായ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പല ഏജൻസികളും പെരുമാറുന്നത്. ഈ ED ഇപ്പോൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്രത്തോളം വിധേയത്വം അവർക്ക് ഈ BJPയോടുണ്ട്. ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. നഗ്നമായിട്ട് ഇത് വെളി വന്നേക്കല്ല, ഇത് മുഴുവൻ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് ED എന്ന് പറയുന്ന പ്രസ്ഥാനം മനസ്സിലാക്കണ്ടേ. എവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പതുക്കെ BJPക്ക് എതിരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ, ഇപ്പോൾ കോൺഗ്രസിൻ്റെയോ CPMൻ്റെയോ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ അതിൽ കയറി വന്നങ്ങ് കൈയിടും. ഇപ്പോൾ കരുവന്നൂർ ഒന്ന് കൈയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. എന്തിനാ കാര്യം? എതിർ രാഷ്ട്രീയക്കാരെ ഒതുക്കാൻ. അല്ലാതെ ഈ BJPയിലുള്ള ആളുകളാണ് അതിൽ ഉള്ളതെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അപ്പോഴേ വാരി ചുരുട്ടി നേരെ തിരിച്ചങ്ങ് പോകും. അതാണ് സംഭവിച്ചേക്കുന്നത്. നമ്മൾ എത്രയോ കണ്ടുള്ളതാണ്. അല്ലെങ്കിൽ BJPക്ക് താല്പര്യമുള്ള ആളുകളായാലും മതി. ഇപ്പോൾ BJPയിൽ പിടിപാടുള്ള മാർക്സിസ്റ്റുകാരാണെന്നിരിക്കട്ടെ, അവരുടെ പ്രശ്നത്തിലും ഇവർക്ക് കുഴപ്പമൊന്നുമില്ല, ഇവർ അത് ഇടപെടത്തില്ല. അത്രയും വിനീത വിധേയത്വം പുലർത്തുന്ന ആളുകളാണ് ED എന്ന് പറയുന്ന പ്രസ്ഥാനം. അവരിതിൻ്റെ സോഴ്സ് എന്താ അന്വേഷിക്കാഞ്ഞെന്നുള്ളതിനെക്കുറിച്ച് അവർ എക്സ്പ്ലെയിൻ ചെയ്തു. സോഴ്സ് അന്വേഷിക്കേണ്ടത് ഞങ്ങളല്ല, അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിച്ചോണം. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ്, ഞാൻ ഈ പറഞ്ഞതുപോലെ വിധേയത്വം കാണിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് അടുത്തത്. അതേപോലെയാണ് വിധേയത്വം കാണിക്കുന്ന വേറെ CBI ഉണ്ട്. ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും അത് അന്വേഷിക്കേണ്ടത് ഞങ്ങളല്ല, അത് അന്വേഷിക്കേണ്ട ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അത് അവരെ അന്വേഷിച്ചോട്ടെ. ഞങ്ങൾക്ക് ഈ പണം പിടിച്ചോടിച്ചോണ്ട് കൊണ്ടുപോയത് മാത്രമേ ഉള്ളൂ. ഇത് കുഴൽപ്പണമാണ്. പക്ഷേ എങ്ങനെ വന്നു എന്നൊന്നും അറിഞ്ഞൂടാ. എങ്ങനെ വന്നെന്നറിയാതെ കുഴലാണെന്ന് എങ്ങനെ തീരുമാനിക്കാൻ പറ്റും? ഒരാൾ പണം കൊടുത്തയക്കുന്നു, അയാൾ പണം കൊടുത്തയക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ വേണ്ടി കൊടുത്തയക്കുന്നു. അത് ഇല്ലീഗലായിട്ട് ബാങ്ക് വഴിയല്ല കൊടുക്കുന്നതെന്നുണ്ടെങ്കിലും അത് എപ്പോഴും കുഴൽപ്പണമാണെന്നില്ല. അയാൾക്ക് അതിൻ്റെ സോഴ്സ് എല്ലാം കാണിക്കാമെങ്കിൽ അത് കറക്റ്റ് ആവും. പക്ഷേ അത് ഈ ധർമ്മരാജൻ ഏതാണ്ടൊക്കെ കള്ളക്കണക്കൊക്കെ കാണിക്കുന്നുണ്ട്. അത് കുഴലാണെന്നും പറഞ്ഞ് എന്തായാലും ഇപ്പോൾ അതിനൊരു ചാർജ് കൊടുത്തു. BJPക്കാരെ കംപ്ലീറ്റ് അതിൽ നിന്ന് അങ്ങ് എക്സ്ക്ലൂഡ് ചെയ്തു. ആരുമില്ല. ഇങ്ങനെ BJP ഇത് ഇലക്ഷൻ ഫണ്ടിന് കൊണ്ടുവന്നതേ അല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. ആ രീതിയാണ് ED എടുത്തുകൊണ്ട് ഇത് ചെയ്തത്. വലിയ ശുദ്ധ കള്ളത്തിനല്ലേ. നേരെ മറിച്ച് കേരള പോലീസ് അത് ശരിയായ രീതിയിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇതുപോലെ നഗ്നമായിട്ട് ഇവരെ വെള്ളപൂശാൻ വേണ്ടി മാത്രം ED പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഏജൻസിയിൽ ജനങ്ങൾക്ക് അല്ലാതെ തന്നെ വിശ്വാസമൊന്നും അതിലില്ല. അത് വേറെ കാര്യം. പക്ഷേ ഇപ്പോൾ ഉള്ള വിശ്വാസത്തിനോടൊപ്പം വളരെ ആഡ് ചെയ്ത് അതിന് ഉപ്പും വളവും വെള്ളവും എല്ലാം ഒഴിച്ചു കൊടുത്ത് റെഡിയാക്കി അവരെടുത്തില്ലേ. ഇതാണ് കാര്യം നന്നാക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ പണം കൊണ്ടുവന്നത് ഇതാണ് ഇലക്ഷന് വേണ്ടി കൊണ്ടുവന്നതാണ്. ഇത് ഇലക്ഷൻ കമ്മീഷൻ ഇത് നോട്ട് ചെയ്ത് അതിന് നടപടി എടുക്കേണ്ടതാണ്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ എന്തെങ്കിലും ചെയ്യുമോ? ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ ആ രീതിയിലേക്കാണ് നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ആരെങ്കിലും ഇത് ഹൈക്കോടതിയെ സമീപിച്ച് ഈ EDയുടെ അന്വേഷണം എന്ന് പറയുന്നത് മുഴുവൻ പൊട്ടത്തരമാണ്, അവർക്കിത് അന്വേഷിക്കാനുള്ള പവറൊന്നുമില്ല, ഇത് മുഴുവൻ തെറ്റായിട്ട് ചെയ്തേക്കാണ്, ഇത് BJP ഒരു രാഷ്ട്രീയ പാർട്ടി വെള്ളപൂശാൻ വേണ്ടി ചെയ്തേക്കുന്നതാണ്, നഗ്നമായ ഇലക്ടറൽ ലംഘനം അവിടെ നടന്നിരുന്നു, അത് മൂടി വെക്കാൻ വേണ്ടി ചെയ്തേക്കുന്നതാണ് എന്ന് പറഞ്ഞ് അത് കേരള പോലീസ് ശരിയായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് സമീപിക്കണം. കാരണം അവരുടെ ഫൈനൽ റിപ്പോർട്ട് ഈ PMLA കോടതി കൊടുത്തേക്കുന്ന ഫൈനൽ റിപ്പോർട്ട് ക്വാഷ് ചെയ്യിപ്പിക്കണം. അതാണ് ചെയ്യേണ്ടത്. എന്നിട്ട് കേരള പോലീസ് ഇത് അന്വേഷിക്കട്ടെ. മണി ലോണ്ടറിങ് വല്ലതും ഉണ്ടോ എന്ന് മാത്രം നിങ്ങൾ അന്വേഷിച്ചാൽ മതി. ഈ പിടിച്ചോണ്ട് പോയതുണ്ടല്ലോ, അതായത് ഇത് റോബറിയാണ്. ഈ റോബറിയും ഡക്കോയിറ്റി ഇത് കണ്ടെടുത്ത് ഇതിനെ സംബന്ധിച്ചുള്ള എവിഡൻസ് അന്വേഷിക്കാനായിട്ട് യഥാർത്ഥത്തിൽ പോലീസിനെ ചുമതലപ്പെടുത്തണം. പോലീസ് എത്രയും പെട്ടെന്ന് അത് ഹൈക്കോടതിയുടെ പെർമിഷൻ എടുത്തിട്ട് അത് ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്യണം. എങ്കിൽ മാത്രമേ അല്പമെങ്കിലും നീതി ഇതിനകത്ത് നടക്കുള്ളൂ. അല്ലാതെ ഇവിടെ ഈ കോൺഗ്രസ്സുകാർ പോയി ഈങ്കിലാവും വിളിച്ച് അവിടെ ചെന്നിട്ട് ഇനി ഞങ്ങൾ നാളെ ഇത് മുതൽ ഇതിന് സമരമാണ്, അല്ലേ മാർക്സിസ്റ്റുകാർ, ഇത് നമ്മുടെ സഖാവ് ഗോവിന്ദൻ ഒക്കെ പറയുന്നുണ്ട്, MP ഗോവിന്ദനൊക്കെ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെതിരെ EDയുടെ അങ്ങോട്ട് മാർച്ച് നടത്തിയ ഈ വെളിയിരിക്കുന്ന ചെളിവെള്ളം ഉണ്ടല്ലോ, ഈ ഓടയിൽ നിന്നുള്ള വെള്ളം ഇവർ കോരി കോൺഗ്രസ്സുകാരുടെ നേതൃത്വം അടിക്കുകയില്ലയോ, അതേപോലുള്ള വെള്ളം കോരി അവന്മാർ ഇങ്ങോട്ട് അടിക്കും. അത് തന്നെ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ പോലീസ് നിങ്ങളുടെ വെള്ളി വെള്ളം അടിക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നും നടക്കാൻ പോകുന്നില്ല. നിയമപരമായിട്ട് ബുദ്ധിപരമായിട്ട് നിങ്ങൾ കോടതിയിലോട്ട് പോയിക്കോളൂ. പോയിട്ട് ഇതിനെ ചലഞ്ച് ചെയ്യുക. ഈ ഫൈനൽ റിപ്പോർട്ടിനെ ചലഞ്ച് ചെയ്യണം, അത് ക്വാഷ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കുറ്റവാളികളെ പിടിക്കാനായിട്ട് അതിൽ അന്വേഷണം നടത്താനും കേരള പോലീസിനെ എംപവർ ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്.